ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ ബൈക്കിൻ്റെ പെയിൻറ്റിംഗ് ആണ്, സ്പ്രേ പെയിൻറ്റിംഗ് ആണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ചെയ്ത പോലെ അതൊക്കെ ക്ലീനിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞ് അവസാനം കുട്ടിയൊക്കെ ഇട്ട് നമ്മൾ പെയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സ്പ്രേ പെയിൻറ്റിങ്. അതിൻ്റെ കുറച്ച് വീഡിയോസാണ് ഇന്ന് വരുന്നത്. കൂടുതലായിട്ടൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല, അതായത് ഭയങ്കര ലെങ്തി ആവുന്നത് കൊണ്ട് കൂടുതൽ വലിയ ലെങ്തി ആയിട്ടൊന്നും വീഡിയോ ഇല്ല. അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് എനിക്ക് അറിയുന്ന രീതിയിൽ അത് പ്രസൻറ്റ് ചെയ്തുകൊണ്ട് ആണ് ഇന്നത്തെ വീഡിയോ മുഴുവനായിട്ട് എല്ലാവരും കാണുക, അതുപോലെ അഭിപ്രായം രേഖപ്പെടുത്താം. അത് ക്ലീനിങ് ആയിരുന്നു. ക്ലീനിങ്ങിന് സാധാരണ സർവീസ് സെൻറ്ററിലൊന്നും ഞാൻ കൊണ്ടുപോയിട്ടില്ല. ഞാൻ തന്നെ സ്വയം അത്യാവശ്യം ബ്രഷും സോപ്പും ഷാമ്പൊക്കെ ഉപയോഗിച്ചിട്ട് ഞാൻ തന്നെ ക്ലീൻ ചെയ്യുമായിരുന്നു. അതാണ് കുറച്ച് വലിയ എക്സ്പെൻസീവ് ഒന്നുമല്ല, കുറച്ച് നമ്മൾ മെനക്കെട്ടാൽ ചെയ്യാവുന്ന കാര്യം മാത്രമേ ഉള്ളൂ. അതിന് ശേഷം നമ്മുടെ പുട്ടിയിടലായിരുന്നു. ബോഡി ഫില്ലറായിരുന്നു. ബോഡി ഫില്ലർ വാങ്ങിച്ച് അതിൻ്റെ ഹാർഡനർ കൂടി അല്പം മിക്സ് ചെയ്തിട്ട് അത്യാവശ്യം പുട്ടിയിടാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് പുട്ടിയിട്ട് ലെവലാക്കേണ്ട പരിപാടിയായിരുന്നു ആദ്യം ചെയ്തത്. പുട്ടി അത്യാവശ്യം നന്നായി മിക്സ് ചെയ്ത് പെട്ടെന്ന് തന്നെ കട്ടയാവും ഹാർഡനർ ചേർക്കുന്നതുകൊണ്ട്. അപ്പോൾ അത് ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ ചെയ്ത് പെട്ടെന്ന് തന്നെ ഉണങ്ങുന്നത്. അതിനുശേഷം ചെറു പേപ്പർ ഇട്ടിട്ട് പിടിച്ച് ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ സൈഡ് ബോഡി പാർട്സൊക്കെയാണ്, ഇതിൻ്റെ ഫൈബർ ബോഡീസാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരുന്നത്. പെയിൻറ്റ് സാധാരണ വണ്ടി പെയിൻ്റൊക്കെ കിട്ടുന്ന പെയിൻറ്റ് തന്നെയാണ്. എല്ലാം തിന്നർ മിക്സാണ്, അതായത് PU പെയിൻ്റ് ഒന്നുമല്ല, അത്ര എക്സ്പെൻസീവ് ആയതൊന്നുമല്ല, ചെറിയ പൈസയൊക്കെ ഉള്ളൂ. 1 ലിറ്റർ 200 രൂപ ഒക്കെയുള്ള പെയിൻറ്റ് തന്നെ ആണ് ഉപയോഗിച്ചത്. അത് എക്സ്പെൻസ് കുറക്കാൻ വേണ്ടിയിട്ടായിരുന്നു. നമ്മൾ ആദ്യം ഇപ്പോഴടിക്കാൻ പോകുന്നത് പ്രൈമറാണ്. അതിൻ്റെ പ്രൈമർ തിന്നറൊക്കെ മിക്സ് ചെയ്ത് കംപ്രസർ ഉപയോഗിച്ചാണ് അടിക്കുന്നത്, കംപ്രസറിൽ ഗണ്ണ് ഉപയോഗിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ കരടൊക്കെ വരാതെ ശ്രദ്ധിക്കണം. ഞാനിവിടെ തുണിയൊക്കെ വെച്ച് അതിൻ്റെ അകത്ത് അരിച്ചിട്ടൊക്കെയാണ് പെയിൻ്റ് എടുത്തത്, അല്ലെങ്കിൽ ഗണ്ണിന് പ്രശ്നം വരാൻ ചാൻസ് ഉണ്ട്. കംപ്രസർ വെച്ച് അടിക്കുന്ന സമയത്ത് കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് അടിക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്. അപ്പോൾ അത്യാവശ്യം നല്ല ഫിനിഷിങ് കിട്ടും കംപ്രസറിൽ. ഗണ്ണ് വെച്ച് അടിക്കുമ്പോൾ അധികം അടുത്തുനിന്നൊക്കെ അടിക്കുമ്പോൾ കുറച്ചധികം പെയിൻറ്റ് വരാനൊക്കെ ചാൻസ് ഉണ്ട്. അതിൽ ഗണ്ണിൽ അത്യാവശ്യം അഡ്ജസ്റ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ ഞാൻ ബാക്കിയുള്ള തുരുമ്പുള്ള അത്യാവശ്യം ബോഡി പീസിൽ മാത്രമേ ഞാൻ ചേസിലൊക്കെ അടിച്ചിട്ടുള്ളൂ, ഫുള്ളായിട്ടൊന്നും ഞാൻ അടിച്ചിട്ടില്ല. അത്യാവശ്യം തുരുമ്പും കാര്യങ്ങളൊക്കെ ഉള്ള ഏരിയയൊക്കെ അടിച്ചു. അതുപോലെ ചെയിൻ കവറ്, അതുപോലെ സൈഡ് ബോഡി പാർട്സുകൾ, അതുപോലെ ഫൈബറിന് അടിക്കുന്ന വേറൊരു പ്രൈമർ ഉണ്ട്, ഫൈബർ പ്രൈമർ. അപ്പോൾ അത് ഉപയോഗിച്ചാണ് ഫൈബറിനൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് സാധാരണ മെറ്റലിന് അടിക്കുന്ന പ്രൈമറാണ്, ഈ ഗ്രേ കളർ. ഇത് ചെയിൻ ബോക്സിന്, അതുപോലെ നമ്മുടെ ടാങ്കിന്, പെട്രോൾ ടാങ്കിന്, പിന്നെ ചേസ്, അങ്ങനെ മെറ്റൽ ബോഡി ആയിട്ടുള്ള സ്ഥലത്ത് മാത്രമേ ഇത് അടിച്ചിട്ടുള്ളൂ. ഇത് ഫൈബറിൻ്റെ പ്രൈമറാണ്, ഇത് ക്ലിയറാണ്, അതായത് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് അടിച്ച് കവർ ചെയ്യാം, പെട്ടെന്ന് മനസ്സിലാവത്തൊന്നുമില്ല, അടിച്ചതൊന്നും മനസ്സിലാവില്ല, ഒരു ക്ലിയർ കോട്ട് പോലെ നിൽക്കുകയാണ് ചെയ്യാം. പക്ഷെ അത് ബാക്കി പെയിൻറ്റ് അടിക്കുമ്പോൾ, ഫൈബറിൻ്റെ മുകളിൽ അടിക്കുമ്പോൾ അത് കുറച്ച് പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് അതിന് ഫൈബറിൻ്റെ പ്രത്യേകം പ്രൈമർ അടിക്കുന്നത്. അത് ഞാൻ ബോഡി പാർട്സിന്, ഫ്രണ്ട്, ഹെഡ്, അത്തരം പാർട്സിനൊക്കെയാണ് മഡ് ഗാർഡ്, അപ്പോൾ അതിനൊക്കെയാണ് അടിച്ചിട്ടുള്ളത്. ഫൈബറായിട്ടുള്ള മെറ്റീരിയലിനൊക്കെ അടിച്ചു പെയിൻ്റ് അടിക്കേണ്ടത്. പിന്നെ അതിനുശേഷം മൊത്തം കവർ ചെയ്തു. പെയിൻറ്റിൻ്റെ കാര്യങ്ങൾ, ബ്ലാക്ക് ചേസിനൊക്കെ അടിക്കാൻ വേണ്ടിയിട്ടുള്ള അതിനൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. മാസ്കിൻ ടേപ്പൊക്കെ ഉപയോഗിച്ച് അത്യാവശ്യം കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അടിക്കുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. ചെയിൻ കവറൊക്കെ എല്ലാം അടിച്ചു വെച്ചു. അതുള്ള ടാങ്ക് ഒരു കോട്ട് അടിച്ചതാണ്. അപ്പോൾ അടിച്ച് കഴിഞ്ഞാണ് കുറച്ച് നമുക്ക് പുട്ടിയിടാനൊക്കെ ഉണ്ടാവും. അത്യാവശ്യം സ്ക്രാച്ചൊക്കെ ഉണ്ടായി. ഞാൻ ഗ്രൈൻഡൊക്കെ ചെയ്ത് കുറച്ച് തുരുമ്പുള്ള ഭാഗങ്ങളൊക്കെ ഗ്രൈൻഡ് ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം പുട്ടിയിടേണ്ടി വന്നിട്ടുണ്ട്. അത് പ്രൈമർ ഒരു കോട്ട് അടിച്ചാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് ആദ്യം ഒരു കോട്ട് അടിച്ചതിന് ശേഷം പ്രൈമർ ഇട്ടത്, അല്ല പുട്ടി ഇട്ടത്. അപ്പോൾ പുട്ടി ഒക്കെ ഒന്ന് വരച്ച്, അതുപോലെ പ്രൈമർ അടിച്ച ഭാഗം മുഴുവൻ വാട്ടർ പേപ്പർ ഇട്ടിട്ട് ഒന്ന് സ്മൂത്ത് ചെയ്തെടുത്തു. അപ്പോൾ ഇപ്പോൾ കുറച്ച് നല്ല ഫിനിഷിംഗ് ആയിട്ടുണ്ട്, നേരത്തേക്കുള്ള കുറച്ച് നല്ല ഫിനിഷിംഗ് കിട്ടിയിട്ടുണ്ട്.
അടുത്ത നമ്മൾ പെയിൻ്റ് അടിക്കാനുള്ള പരിപാടിയാണ്. ബ്ലാക്ക് തന്നെയാണ് അടിക്കുന്നത്. ബ്ലാക്ക് നമ്മൾ ആദ്യം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അരിച്ചൊഴിക്കുമായിരുന്നു കണ്ണിലേക്ക്. അപ്പോൾ കരട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കരട് കാര്യങ്ങളൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ആദ്യം അടിക്കുന്നത് ചേസിനാണ്. ചേസ് ഫൈബർ ബോഡി എല്ലാം മൊത്തത്തിൽ വണ്ടീൻ്റെ അടിക്കുന്നുണ്ട്. ബ്ലാക്ക് വരുന്ന ഏരിയ മുഴുവൻ കവർ ചെയ്യാണ്. നമുക്ക് സ്റ്റാൻഡോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് വണ്ടി ഈ അവസ്ഥയിൽ അടിക്കുന്നതുകൊണ്ടും കുറച്ച് ബുദ്ധിമുട്ടാണ് അടിഭാഗത്തൊക്കെ അടിക്കാൻ വേണ്ടിയിട്ട്. മാക്സിമം കുറച്ച് മെനക്കെട്ടിട്ട് അടിച്ച് വെച്ചിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ 2 കോട്ട് അടിച്ചു. 1 കോട്ട് പെട്ടെന്ന് തന്നെ ഉണങ്ങും, തിന്നർ മിക്സ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഉണങ്ങുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ 2ാമത്തെ കോട്ടും അപ്പോൾ തന്നെ അടിക്കാൻ പറ്റും. മുഴുവൻ ഏകദേശം അടിച്ചൊക്കെ കഴിഞ്ഞിട്ട് ആണ് അടുത്ത ബോഡി പാർട്സിലേക്ക് കടക്കുന്നുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഏകദേശം ചേസ് ഭാഗങ്ങളൊക്കെ മുഴുവൻ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല, എല്ലാം ഫില്ലായിട്ടുണ്ട്. അതിനുശേഷം ഇപ്പം അടിക്കാൻ പോകുന്നത് നമ്മൾ പെട്രോൾ ടാങ്കാണ്. ടാങ്ക് അത്യാവശ്യം ഫിനിഷിങ്ങിൽ തന്നെ വരുന്നുണ്ട്. ഇതൊരു മാറ്റ് ഫിനിഷാണ് പെയിൻറ്റ്, അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് മാറ്റായിട്ട് തോന്നുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാതെ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷമാണ് ബാക്കിയുള്ള ബോഡി പാർട്സ് കാര്യങ്ങളൊക്കെ, ഫൈബർ ബോഡി കാര്യങ്ങളൊക്കെ അടിച്ചത്. അപ്പോൾ എല്ലാം പുട്ടിയിട്ട് കുറച്ച് ഫിനിഷ് ചെയ്തുകൊണ്ട് അത്യാവശ്യം കുഴപ്പമില്ല കാണാൻ വേണ്ടിയിട്ട്. ബോഡി പാർട്സ് എല്ലാം തന്നെ 2 കോട്ട് അടിച്ചു കഴിഞ്ഞ് അത്യാവശ്യം നല്ല ഫിനിഷിങ് വന്നിട്ടുണ്ട്. അതിന് ശേഷം ഇപ്പോൾ സിൽവറാണ് നമ്മൾ അടിക്കുന്നത്. സിൽവർ എഞ്ചിൻ്റെ മെയിനായിട്ട് വരുന്നത് എഞ്ചിൻ്റെ ഭാഗമാണ്, എഞ്ചിൻ്റെ ടോപ്പ്, അതുപോലെ അടിഭാഗവും. അതിന് നടുക്കൊരു പീസ് ബ്ലാക്കാണ് വരുന്നത്. അത് ബ്ലാക്ക് നമ്മൾ ഓൾറെഡി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സിൽവറാണ് കൊടുത്ത. സിൽവറും സെയിം പെയിൻറ്റ് തന്നെയാണ്, തിന്നർ മിക്സ് ആണ്. അപ്പോൾ അതും ഏകദേശം 2 കോട്ട് നമ്മൾ ഒന്ന് ഫിനിഷ് ചെയ്ത് അടിച്ചിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ ചെയിൻ ബോക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ സിൽവർ തന്നെ അടിച്ചു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണുമ്പോഴേക്കും ഗുഡ് ബൈ.